ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള റോഡ് അനുമതിയില്ലാതെ വെട്ടിപ്പൊളിച്ച് സ്ഥാപനത്തിനെതിരെ കേസെടുക്കണമെന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിക്കുത്ത് LP സ്കൂൾ മുതൽ ജ്യോതി ഓട്ടോ ഗ്യാരേജ് എതിർവശം വരെ നഗരസഭയുടെ അനുമതിയില്ലാതെ ഭാരതി എയർടെൽ ലിമിറ്റഡ് എന്ന സ്ഥാപനം പല ഭാഗങ്ങളിലായി വെട്ടിപ്പൊളിച്ച് കുഴികളെടുത്ത് കേബിൾ ഇട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 1-ാം തീയതിയാണ് സംഭവം നടന്നത്. ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിയോടും പൊതുമരാമത്ത് AEയോടും അന്വേഷിച്ചപ്പോൾ നഗരസഭയിൽ നിന്നും ഇവർക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ആരാണ് ഈ സ്വകാര്യ കമ്പനിക്ക് നഗരസഭയുടെ അനുമതിയില്ലാതെ റോഡ് വെട്ടിപ്പൊളിക്കാൻ അനുമതി നൽകിയതെന്നും ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും 4 ദിവസമായിട്ടും ഇതുവരെ പോലീസിൽ സെക്രട്ടറിയോ AEയോ പരാതി നൽകുകയോ ഇവർക്ക് നോട്ടീസ് നൽകുകയോ ചെയ്തിട്ടില്ല. ഇതിൽ വലിയ അഴിമതി നടന്നതായി സംശയിക്കുന്നു. നിലമ്പൂർ നഗരസഭയിലെ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ പൊതുമരാമത്ത് AEയുടെയോ അനുമതിയില്ലാതെ ഭാരതി എയർടെൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനം നിലമ്പൂർ നഗരസഭയിലെ ഉടമസ്ഥയിലുള്ള വീട്ടിക്കുത്ത് റോഡ് മുതൽ ജ്യോതി ഓട്ടോ ഗാരേജ് വരെയുള്ള റോഡ് വെട്ടിപ്പൊളിച്ച് കുഴിയെടുത്ത് ക്യാബ് ഇട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1-ാം തീയതി ആണ് സംഭവം നടന്നത്. ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഞങ്ങൾ നഗരസഭാ സെക്രട്ടറിയെയും AEയെ വിളിച്ചപ്പോൾ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നിലമ്പൂർ നഗരസഭയുടെ അനുമതി ഇല്ലാതെ നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള റോഡുകൾ വെട്ടിപ്പൊളിച്ച് ക്യാബ് ഇടാൻ ഈ കമ്പനിക്ക് ആരാണ് അനുമതി നൽകിയത്? കഴിഞ്ഞ 8-ാം മാസം 2024 അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി ഈ പറയുന്ന കമ്പനിയുടെ അപേക്ഷ പരിഗണിച്ച് 43,87,860 രൂപ ഇവരിൽ നിന്ന് റെസ്റ്റോറേഷൻ ചാർജ് ഈടാക്കി അടക്കാൻ തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പൊ 2 ലക്ഷം രൂപക്ക് താഴെ മാത്രം റെസ്റ്റോറേഷൻ ചാർജ് ഈടാക്കി ഈ കമ്പനിക്ക് അനുമതി കൊടുത്തതിൽ വലിയ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഈ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കണം. നഗരസഭയുടെ വൈസ് ചെയർമാൻ തന്നെ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവര് കഴിഞ്ഞ 1-ാം തീയതി തന്നെ നഗരസഭയുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് ചെയർമാനും നഗരസഭാ സെക്രട്ടറിക്ക് അനുമതിയില്ലാതെ റോഡ് വെട്ടിപ്പൊളിച്ചതിന് കമ്പനിക്കെതിരെ പരാതി നൽകണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം പരാതി നൽകിയതായി സെക്രട്ടറിയും AEയും സമ്മതിച്ചിട്ടുണ്ട്. നഗരസഭാ കൗൺസിലിൽ ഈ വിഷയം അജണ്ടയായി വന്നിട്ടില്ല. 20-ന് ഭാരതീയ എയർടെൽ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ റോഡ് വെട്ടിപ്പൊളിച്ച് കേബിൾ ഇട്ട് മൂടുന്നതിന് റെസ്റ്റോറേഷൻ ചാർജ് ഇനത്തിൽ 43,87,863 രൂപ കമ്പനിയിൽ നിന്നും ഈടാക്കുന്നത് സംബന്ധിച്ച് അജണ്ടയുണ്ടാക്കി കൗൺസിലിൽ വെക്കുന്നതിന് തീരുമാനിച്ചതായി രേഖ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ അജണ്ട കൗൺസിലിൽ വന്നില്ല. നഗരസഭയുടെ അനുമതിയില്ലാതെ റോഡ് വെട്ടിപ്പൊളിക്കാൻ ഈ കമ്പനിയുമായി ഒത്തുകളിച്ചവർക്കെതിരെയും കമ്പനിക്കെതിരെയും പോലീസിൽ പരാതി നൽകി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും 43 ലക്ഷത്തിന് മുകളിൽ നേരത്തെ തീരുമാനിച്ച തുക 2 ലക്ഷത്തിന് താഴെ ആയതിലെ വൻ അഴിമതി അന്വേഷിക്കണമെന്നും നഗരസഭ വൈസ് ചെയർമാൻ പോലും നടപടി ആവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടും ഇതുവരെ പരാതി നൽകാതെ ഈ സ്വകാര്യ കമ്പനിയെ സഹായിക്കുന്നതിന് പിന്നിൽ ആരാണെന്നും കർശന നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തേണ്ടി വരുമെന്നും കാണിച്ച് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. പോത്തുകല്ലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകല്ലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ. സാറ ഗോൾഡൻ ഡയമണ്ട്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പോത്തുകൽ.